ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു പലഹാരം തന്നെയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതുപോലെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ അളവിൽ ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ചതച്ചെടുത്തിട്ട് നമ്മളിത് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണോ യൂസ് ചെയ്യാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ചതച്ചതാണെങ്കിൽ മാത്രമേ ആദ്യം എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. അതല്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എണ്ണയിൽ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. കാരണം അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സവോള വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് സവോള ചേർത്ത് കൊടുത്തു, ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണിലും കുറവ് അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അത് ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ളതോ എരിവില്ലാത്തതോ ആയിട്ടുള്ള മുളക് പൊടി ഓരോ ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയും പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർക്കുന്നുണ്ട്. എഗ് മസാലയോ ചിക്കൻ മസാലയോ അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി ചേർക്കുന്നുണ്ട്. ഇനി തക്കാളി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തക്കാളിയും പച്ചമുളകും കൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിക്ക് വേറെ ടൊമാറ്റോ സോസ് വേണമെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓപ്ഷണലാണ് കേട്ടോ. തക്കാളി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരല്പം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രമേ ഒഴിക്കാവൂ. കൂടുതൽ നമ്മൾ ഈ ഫില്ലിങ്ങിന് അധികമായിട്ട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഫില്ലിങ് അത് വെളിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഞാൻ ലാസ്റ്റിലായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റിൽ ചേർക്കുമ്പോൾ കുറച്ച് നല്ലൊരു മണവും ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഫില്ലിംഗ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതായിട്ട് ഡ്രൈ ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. ഇനി ചപ്പാത്തി പലക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കൗണ്ടർ ടോപ്പിലിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഞാനൊരു ബോൾ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. അത് കൈക്കുള്ളിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം ഗോതമ്പ് പൊടിയിലേക്ക് ഒന്ന് വെച്ചതിന് ശേഷം മുക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് ചെറുതായിട്ട് എടുക്കരുത് കേട്ടോ. അതുപോലെ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പോലെ എടുത്താൽ മതിയാകും. പക്ഷേ ഒരുപാട് വലിപ്പത്തിൽ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. പൂരിക്കൊക്കെ പരത്തുന്ന അത്രയും വലിപ്പത്തിൽ പരത്തുക. കാരണം ഒരല്പം കട്ടിയായിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു മുട്ട, ഞാനിവിടെ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു മുട്ട 4ആയിട്ടോ 6ആയിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര വലിപ്പത്തിൽ വേണോ അതനുസരിച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ അതൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. കവർ ചെയ്തെടുത്ത് നന്നായിട്ട് തന്നെ അത് ഉരുട്ടി ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടുതലായിട്ട് വന്ന ഗോതമ്പ് മാവ് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അതിനുശേഷം കൈക്കുള്ളിൽ വെച്ച് നന്നായിട്ട് ഒന്ന് പരത്തി എടുക്കാം. ഇനി ഇത് ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ലെവലാക്കി എടുത്താൽ മതിയാകും. അതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. ഇനി മുട്ട ഇല്ലെങ്കിലും വെറുതെ മസാല മാത്രം വെച്ചിട്ട് തയ്യാറാക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട. ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കതൊന്ന് പെട്ടെന്ന് ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ അത് പെട്ടെന്നായി കിട്ടും. അതൊന്ന് വേവിച്ചെടുക്കാം. ഒന്നുകിൽ ആവിയിൽ ചെയ്തെടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഏത് രീതിയിലാണോ നിങ്ങൾക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് വേവിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒന്നും പുറത്ത് വരുമൊന്നുമില്ല കേട്ടോ. പിന്നെ അത് നിങ്ങൾ നല്ല കട്ടിക്കൊക്കെ ഒന്ന് പരത്തണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഫില്ലിംഗ് ഒക്കെ പൊട്ടി ഇത് വെന്ത് വരുമ്പോൾ അത് പൊട്ടി പുറത്ത് വരാനുള്ള ചാൻസും കൂടി ഉണ്ട്. തിരിച്ചും മറിച്ചു വിട്ട് അതൊന്ന് വേവിച്ചിട്ടുണ്ട്. തിരിച്ചും മറിച്ചു വിടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, 1 ടേബിൾ സ്പൂൺ അളവിൽ. വളരെ കുറച്ച് മാത്രം മതിയാകും എണ്ണ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് രണ്ടും ചേർക്കാനുള്ളത് കേട്ടോ. മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം കഴിക്കാം. കാരണം ഇതിൽ അധികം എണ്ണയൊന്നും വേണ്ട. ഞാൻ ആകെ 1 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെക്കേണ്ട. മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് അതൊന്ന് മൊരിയിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടാലേ നമുക്ക് പെട്ടെന്ന് അതൊന്ന് മൊരിയിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് ഓൾറെഡി വെന്തതുകൊണ്ട് അധികം അതിനെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ മുകൾ ഭാഗം 2 വശവും ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ടായിരുന്നാൽ മാത്രം മതിയാകും കേട്ടോ. അപ്പോൾ ഇതൊരു ടേസ്റ്റിനും ഒരു ഭംഗിക്കും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ എള്ള് ചേർത്ത് കൊടുത്തത്. എള്ളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പകരം നിങ്ങൾക്ക് കടുക് വറുക്കാം. കടുകും അല്ലെങ്കിൽ ജീരകം ഇടാം. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം നമ്മൾ കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുത്തു വിടാനും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ അതിനകത്തുള്ള ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്